ഗുഡ് മോർണിംഗ് ഗൈസ് എക്കോസ് ടീമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഡേ 6 ആണ്. നമ്മളിപ്പോൾ ഷിലോങ് നമ്മളിപ്പോൾ പോകുന്ന ചിറാപുഞ്ചിയിലോട്ടാണ്. ചിറാപുഞ്ചിയിൽ നമ്മൾ 7 സിസ്റ്റർ ഫോൾ, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി 7 സിസ്റ്റർ ഫോളിൽ വെള്ളമില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്, കാരണം മഴയില്ല. അപ്പോൾ എങ്കിലും കുഴപ്പമില്ല, 7 സിസ്റ്റർ ഫോളും നിയർ ബൈ ഫോൾസും പിന്നെ അവിടെ കേവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ലോക്കൽ സൈറ്റ് സീയിങ് ഒക്കെ കാണാനായിട്ട് നമ്മളിവിടെ നിന്ന് ഇറങ്ങുക. ബാക്കി ടീംസ് നമ്മുടെ വേറെ സ്റ്റേജിലായിരുന്നു. അപ്പോൾ അവർ സ്റ്റാർട്ട് ചെയ്തു. നമ്മളിത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ജസ്റ്റ് ഒരു 20 മിനിറ്റ്സ് അവേ ആണ്. ഇവിടെ നമുക്ക് ഏകദേശം ഒരു 80 കിലോമീറ്റേഴ്സ് ഡ്രൈവ് ഉണ്ട്. ഓൾമോസ്റ്റ് 80 അല്ല, 30-40 അറിയത്തില്ല, പക്ഷേ എന്നാലും 1 അവർ ഡ്രൈവ് ഉണ്ട് അങ്ങോട്ടത്തേക്ക്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ്. അപ്പം നമ്മുടെ സ്റ്റേ ഇന്നലെ ഓക്കെ ആയിരുന്നു. രാവിലെ ചായയും നമ്മുടെ ബ്രെഡും ഒക്കെ ആയിരുന്നു. മോർണിംഗ് ടീ, ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ബ്രെഡ് മീൻസ് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് ജസ്റ്റ് ഇറങ്ങുന്നു. വേണ്ട വിഷ്ണുദാ രാവിലെ തന്നെ ഫോണിൽ സൊല്ലിക്ക് തുടങ്ങി. ഞാൻ ഇന്നലെ കാണിച്ചെന്ന വണ്ടിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. വലിയ പണിയൊന്നും ചെയ്തിട്ടില്ലെങ്കിലും നല്ല ക്ലാസ് വർക്ക്. എങ്ങോട്ടാണ് ഉപയോഗം പോകുന്നത്? ചിറാപുഞ്ചിയിലേക്ക് ഒരു യാത്ര. ഓക്കെ, വൈപ്പർ എന്താണ് പറയാനുള്ളത്? വൈപ്പർ ഈസ് അമേസിംഗ്. ഓക്കെ, പിന്നെ നമ്മുടെ ട്രിപ്പ് അതിൽ നിന്നും പൊളിയാണ്. ഓക്കെ. ഹലോ ഗൈസ്, അങ്ങനെ എഞ്ചിനീയർ നൗഫൽ വീത്തൻ്റെ വണ്ടി ചെക്ക് ചെയ്യാണ്. കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ, ഇതിൻ്റെ താടിക്ക് സെറ്റായി മങ്കാത്ത. ചേച്ചി ഹാപ്പി ആയാ? ഏട്ടനെ തിരിച്ചു കിട്ടിയോ? അനുജി ഇന്നലെ ഭയങ്കര വിഷമത്തിലായിരുന്നു, ചേട്ടൻ്റെ കൂടെ ഇരിക്കാൻ പറ്റാത്ത. പറയൂ. എന്താണ് പറയേണ്ടത്? ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. നമ്മൾ ചിറാപുഞ്ചിയിലോട്ട് പോകാറൊക്കെ. ഓക്കെ, എന്നിട്ട് ചിറാപുഞ്ചി പോയിട്ട് മഴ ഉണ്ടെങ്കിൽ നമ്മൾ അടിച്ചു പൊളിക്കും. ഓക്കെ. രാവിലെ അമ്മ കലിപ്പിലാണ്. വിവേക അമ്മയ്ക്ക് കയറാൻ ഡോർ തുറക്കാൻ പറ്റാണ്ട് വണ്ടി പാർക്ക് ചെയ്തിരിക്കുകയാണ്. എടാ, ഇങ്ങനെയാണോ വണ്ടി പാർക്ക് ചെയ്യണേ? ചേർത്തിടൂ വണ്ടി ഇട്ടപ്പോഴും. എന്നിട്ട് ഞാൻ വെയിറ്റ് ചെയ്തു അമ്മ ഇറങ്ങുന്നവരെ. ഇല്ല, എടുക്കില്ല. നമുക്കിപ്പോ കയറാവുന്നതാണ്. ഇല്ല ഗൈസ്, നല്ല മഴക്കോൾ വരുന്നുണ്ട്. ഇന്ന് മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു പൊളി പൊളിക്കും. ഗുഡ് മോർണിംഗ്. അവ വണ്ടി എടുക്കാം കേട്ടോ. അത് സ്റ്റാർട്ട് ചെയ്യും. ഗുഡ് മോർണിംഗ് പറ. ഗുഡ് മോർണിംഗ്. ഇന്നെങ്ങോട്ടാ പോണേ? ചിറാപൂരി. അതിപ്പോ കഴിച്ചല്ലേ? ഓക്കെ, ബൈ ബൈ. ആ, കാണിക്കാം. ഇവിടെ കണ്ടോ, ഫുള്ള് മല. ഈ ചെറിയ മലകൾ ഇടിച്ചിടിച്ചാണ്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ റോഡ് പോകുന്നുണ്ടെന്ന് തോന്നല്ല. റോഡ് അതുവഴി പോകില്ല. ഇങ്ങനെ ഫുള്ള് മല ഇതാണ് കട്ട് ചെയ്താണ് പോയിക്കുന്നത്. കണ്ട ഒരു ഓൾട്ടോ ഉണ്ടോ, ഫുള്ള് വീലൊക്കെ ഇറക്കിയിട്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടുത്തെ വണ്ടി എല്ലാം ഓൾമോസ്റ്റ് മോഡിഫൈഡ് ആണ്. അവിടെ അവർക്ക് ടാക്സി ഒന്നുമില്ല, ഓണർ കാറൊന്നുമില്ല. എല്ലാം അവർ വേണ്ട രീതിയിൽ ചെയ്യുന്നുണ്ട്. സുമേഷ് ഉണ്ട്, എല്ലാവരും ഫ്ലാറ്റിയുടെ വീൽസാണ് അല്ലേ. പക്ഷേ എനിക്ക് വന്ന് കുറച്ചും കൂടെ കഴിയുമ്പോൾ 2 വർഷം കൂടെ കഴിയണമെന്ന് തോന്നുന്നു. 2 വർഷം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റോഡൊക്കെ അടിപൊളിയാവും. റോഡൊക്കെ അടിപൊളിയായി കഴിയുമ്പം ഈ പറഞ്ഞ കണക്കുള്ളൊരു കുറച്ചും കൂടെയൊക്കെ ഒന്ന് ആംബിയൻസ് വരും, ഭംഗി. ആ മുകളിലേക്ക് മലകൾ നോക്കിയാണ്. നല്ല മഴക്കോളുണ്ട് കേട്ടോ. ഇപ്പോൾ എല്ലാവരും പറയുന്ന ചിറാപുഞ്ചിയിൽ ഫുൾ ടൈം മഴ ആയിരിക്കുമല്ലോ, അപ്പോൾ പിന്നെ ഇത് എക്സ്പെക്റ്റഡ് അല്ല. പക്ഷേ ചിറാപുഞ്ചിയിൽ അങ്ങനെ എപ്പോഴും മഴയൊന്നുമില്ല. ചിറാപുഞ്ചി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റെയിൻഫോൾ ഉണ്ടാവുന്നൊരു സ്ഥലം. പക്ഷേ അത് എനിക്ക് അറിഞ്ഞുകൂടാ. കറൻ്റ്ലിയും ചിറാപുഞ്ചി തന്നെയാണോ എന്ന് എനിക്ക് അറിയത്തില്ല. ചിലപ്പം ക്ലൈമറ്റിക് കണ്ടീഷൻ അല്ലേ, മാറി വരാം. മഞ്ഞടിക്കുന്നു ഗൈസ്. കോട വരുന്നുണ്ട്. കോട കോട ഇറങ്ങി. കോട
താഴോട്ട് ഇറങ്ങിയപ്പോൾ ആ അറ്റ്മോസ്ഫിയർ തന്നെ അടിപൊളിയല്ലേ, ഒരു മൂന്നാർ ഫീല്. റെയിൻകോട്ട് 400 രൂപയുടെ റെയിൻകോട്ട് ഇവിടെ 400 രൂപ പറഞ്ഞ് അത് വില പേശി നമ്മൾ 300 രൂപയ്ക്ക് മേടിച്ചിരിക്കുകയാണ് ഗൈസ്. 100 രൂപയ്ക്ക് നാട്ടിൽ കൊടുത്ത ഒരുത്തരും വേണ്ടായിരുന്നു. ഇവിടെ വന്ന് 200 രൂപ അധികം കൊടുത്ത് ഈ വല കയറി വന്ന് 200 രൂപ അധികം കൊടുത്ത് മേടിച്ചേക്കുക എല്ലാവരും. അതല്ലേ പറയായിരുന്നു, 100 രൂപയുടെ റെയിൻകോട്ട് നാട്ടിൽ ഉണ്ടെന്ന് ഒരുത്തരും വേണ്ട. ഇവിടെ ഒന്ന് ബാർഗെയിൻ ചെയ്ത് 300 രൂപയ്ക്ക് മേടിക്കുന്നു. ഡുവാൻ സിംഗ് സീൻ ബ്രിഡ്ജ് മാവ്ഡോക്ക്. നമുക്ക് അടുത്തേലെടുക്കാം. ഇവരെ ഡാൻസ്, നിങ്ങളുടെ ഡാൻസ് മാസ്റ്റർ എവിടെ വിക്രം? നിങ്ങളെ കളിച്ച റീൽസ് എടുത്താ വേണ്ട. ഇവിടെ ചിറാപ്പുഞ്ചിയിൽ വന്നിട്ട് റെയിൻകോട്ട് ഇല്ലാണ്ട് ചിറാപ്പുഞ്ചിയിൽ വന്നിട്ട് എന്ത് കാര്യം എന്ന് വെച്ചാൽ അറിയാൻ പറഞ്ഞിട്ട് അവിടെ എല്ലാവരും റെയിൻകോട്ട് മേടിച്ചത് മഴയും പോയി. വേണ്ടി വരും. ചിറാപ്പുഞ്ചിയിലോട്ട് പോകുന്ന വഴിയാണ് ഗൈസ്. ഒന്നും അതായത് നമുക്ക് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതിന് മുന്നേ വന്ന സമയത്ത് നമുക്ക് ഈ സൈഡിലെ ആ ലാൻഡ്സ്കേപ്പും മലകളൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. പക്ഷേ ഇപ്പം ആ മലകളൊന്നും കാണാൻ പറ്റുന്നില്ല. ഫുള്ള് മഞ്ഞ് കയറി കിടക്കുന്നതാണ്, ഒന്നും കാണാൻ പറ്റുന്നില്ല. പക്ഷേ ഇതും ഒരു ഭംഗിയാണ്. പക്ഷേ നമ്മളെ മലയാളികൾക്ക് ഇതൊരു സ്ഥിര കാഴ്ച ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും തോന്നില്ല. എങ്കിലും നമുക്കിപ്പോൾ വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. നമ്മളിവിടെ വന്ന് ആദ്യം തന്നെ വന്ന് റെയിൻകോട്ട് മേടിച്ചപ്പോൾ തന്നെ മഴ മാറി. അതല്ലെങ്കിൽ അങ്ങനെയാണ്. ശ്രീജ് വീഡിയോ എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇവിടത്തൊക്കെ വീഡിയോ ഉണ്ട്. വളരെ നമ്മുടെ പണ്ടത്തെ നാട്ടിലൊരു സെറ്റപ്പാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പണ്ടത്തെ നാട്ടിൽ എങ്ങനെയാണോ നമ്മളെ വീടൊക്കെ ഇരുന്നത് അതേപോലെയാണ് ഇപ്പോഴും ഇവിടെ ഇതൊക്കെ ഉള്ളത്. വീടും എല്ലാം മുളങ്ങമ്പ് കൊണ്ടുള്ള വേലിയും എല്ലാം നമ്മുടെ ടോൺ കുറച്ചൊന്ന് പറത്തി ഇതാ ഇറക്കിയിട്ടുണ്ട്. കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട്. ഇവിടെ പാലത്തിൻ്റെ പണി നടക്കണം. ഇപ്പോഴാണ് ഒരു 3-4-5 വണ്ടി കണ്ടത് കേട്ടോ. നമ്മൾ ആദ്യം വിചാരിച്ച് ഇതെന്താ നമ്മൾ മാത്രമേ ഇവിടെ ഉള്ളോ, ആരും വരുന്നില്ല, ഒന്നും പോകുന്നുമില്ല, അങ്ങനെ വിചാരിക്കുകയും ചെയ്തു. അപ്പം പിന്നെ ഇപ്പോൾ ആൾക്കാർ ചോദിച്ചു ഇവിടെ അവധി വല്ല ആണോ, വല്ല ഹർത്താല, കാരണം കട ഒന്നും തുറക്കുന്നില്ല. അപ്പോൾ ഇവിടുത്തെ ഒരു കാര്യം മനസ്സിലായി, ഇവിടെ നമ്മൾ വന്ന സമയം സീസൺ അല്ല. പലതും പല സമയമാണല്ലോ. ഇവിടെ മഴ പെയ്ത് നിൽക്കുന്ന സമയമാണ് സീസൺ. വെള്ളച്ചാട്ടം എല്ലാം കാണുന്നതാണ് സീസൺ. അപ്പം അതുകൊണ്ടായിരിക്കും ആൾക്കാരില്ലാത്തത്. പക്ഷെ നമ്മളെ പോലെയുള്ള ദൂരെ നിന്ന് വരുന്ന ആൾക്കാർക്ക് നമുക്ക് മഴ നോക്കി വന്നാൽ ഇവിടെ മാത്രമല്ല പല സ്ഥലത്തും വേറെ വേറെ ബുദ്ധിമുട്ടുകൾ വരും. ഇതെന്തോ സൈറ്റ് സീയിങ് പോയിൻ്റാണ്. എല്ലാ വണ്ടി അങ്ങോട്ട് പാർക്ക് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് നോക്കാം. ഇവിടെയൊക്കെ മഴയത്ത് വരുമ്പോൾ നല്ല വെള്ളച്ചാട്ടമൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ. പക്ഷെ ഇന്ന് നമുക്ക് ആ ഒരു ഭംഗി അറിയാനായിട്ടില്ല. നമ്മളിവിടെ ഇവിടെ എന്തോ ഭയങ്കര ഒരു ഫെസ്റ്റിവൽ നടക്കാൻ പോകണം. അതിൻ്റെ ആർച്ചും സെറ്റപ്പൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നോക്കണം, കൊള്ളാം. നമ്മളിവിടെ കേവിലോട്ടാണ് പോകുന്നത്. ആദ്യം കേവ് കണ്ട് നമ്മൾ തിരിച്ച് അടുത്ത വാട്ടർഫോൾ ശരിക്കും പറഞ്ഞാൽ വെള്ളമില്ല, എന്നാലും മെയിനായിട്ടുള്ള ഹൈലൈറ്റ് അതാണ്. അങ്ങോട്ടൊന്ന് പോയി കാണാം. മണ്ണിൻ്റെ മണോ, മഴ പെയ്യുന്നുണ്ടായിരിക്കും. മണ്ണിൻ്റെ മണം. കുറച്ച് ഭാഗത്ത് മാത്രം വെയിലുണ്ട്. പുറത്തൊന്നും വെയിലില്ല. ഇവിടെ ഇത്ര ഭാഗത്ത് മാത്രമേ വെയിലുള്ളൂ. കൊടു എന്താടാ ഗൈസ്, ഇത് കണ്ട നൊസ്റ്റു മൽബറി. നമ്മളിവിടെ കേവ് കാണാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ. ഗൈസ്, ഇതെന്ത് സാധനമാണെന്ന് അറിയാമോ? ഇതെന്ത് സാധനം എന്ന് അറിയാൻ പറ്റില്ലോ. ഒന്ന് പൊളിച്ച് കടിച്ചാണോ തിന്നുന്നേ? ചുമ്മാ കടിച്ചു കളയാനാ? ഓ, ഇതൊക്കെ എന്ത് സാധനമാണ്? ഇതൊക്കെ ഇവിടെ മാത്രം കാണുന്ന സാധനമാണ് കേട്ടോ. പുളിഞ്ചിക്കാണോ? ആ, വീഡിയോ എടുക്കുക തന്നെ. ഓ, ഇതാണ് സാധനം ഗൈസ്.
നമ്മളെ പുളിയില്ലേ, ആ പുളിയുടെ തന്നെ ഒരു ടേസ്റ്റിലുള്ള സാധനം കേട്ടോ. നടന്ന് നടന്ന് നല്ല പോളിച്ചായിട്ടോ ഇവിടെ. കുറച്ചും കൂടെ ഇപ്പം നല്ല ഡ്രൈ ടൈമാണ്, നല്ല മഴ സമയത്താണെന്നുണ്ടെങ്കിൽ ഇതിലെല്ലാം വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇതെല്ലാം നല്ല സ്ട്രീമായിട്ടേ നോക്കിയേ, നല്ല പോളിഷ്ഡ് ആയിട്ട് കിടക്കുന്നു. മഴ പെയ്തപ്പോൾ ഒന്ന് കൊന്നിട്ടുണ്ട്. വാവ് ഗൈസ്, സീ ലുക്ക്. കുട്ടേട്ടാ, നമ്മളിവിടെ കേവിനകത്തോട്ട് ഇങ്ങനെ കയറുകയാണ് കേട്ടോ. വാടേ വാടേ, തമ്പേ ഒരു മല ചുമക്കുന്ന ഒരു ബാഹുബലി. അതല്ലേ മറ്റേ മഞ്ഞുമൽ ബോയ്സിലെ പാട്ടില്. അപ്പൊ നമ്മള് അവിടെ ഒരു 50 രൂപ വെച്ച് ഒരു ഫോട്ടോയ്ക്ക് വെച്ചിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. നല്ല പൈസ കിട്ടാൻ വെച്ചിരുന്നെങ്കിൽ നല്ല കാശ് കിട്ടിയേനെ. നല്ല ഇടി അവിടെ തീർന്നില്ല. എന്ന് മിക്കവാറും വൈകുന്നേരം ആയാലും അവിടെ ഫോട്ടോ എടുത്ത് തീരുന്നു തോന്നുന്നില്ല. ഫോട്ടോഗ്രാഫർ ജൽദി ആവോ യാർ. Point number 3, Ste Mau means a shield-shaped stone. Okay. Those two rocks in the shape of the shield. Shield, okay. And number 4, right side, there's another cave. You have to go through. Okay, okay. So ഇതൊരു ഷീൽഡ്, താങ്ക് യു, ഷീൽഡ് ഷേപ്പിലായിരിക്കുന്നെന്ന് പറയുന്നത്. കേരളത്തിൽ കാണാൻ കൊള്ളാവുന്ന കുട്ടികളില്ലെന്നല്ലേ എതിർത്ത്. അതെ അതെ, ഈ ട്രെൻഡ് കൊണ്ടുവന്നതാണ് ഇങ്ങനെയാണ്. ഓൾഡ് മങ്ക് ഇങ്ങനെ ഒറ്റ ഒരാളാണ് ഇതിന് കാരണക്കാരൻ. ഇതേണ്ട, ഇത് സ്പോട്ട് നമ്പർ 4. ഇതാണ്ട് തൈമായി. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനകത്തോട്ട് ഇങ്ങനെ കയറി പോവാൻ കേട്ടോ. This cave, which is naturally formed with mostly sandstones and clay, which was first discovered in the year of 2019. 2019 la, by the park committee members Mr. Lang King Sing Coin Seng Cha. ഞാനപ്പോൾ 2016 ഈ ഗുഹ വഴിയല്ലേ പോയത്. ഞാൻ ചുമ്മാ ചിറാപ്പുഞ്ചി വന്നിട്ട് അങ്ങനെ ഒരു 100 കിലോമീറ്റർ ഓടിച്ച വണ്ടി ഓടിച്ചതിന്റെ ഉപയോഗം കിട്ടി കേട്ടോ, അല്ലേ? വെള്ളം ഇല്ലാത്ത കാരണം നമുക്ക് വെള്ളച്ചാട്ടം പോയി കാണുവാൻ പറ്റൂല. അതെ 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 അതെ. അല്ല, ഫോഗ് സത്യം പറഞ്ഞാല് ഇവിടെ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ ഇതിന്റെ ആ ഒരു ബ്യൂട്ടിയെ നശിപ്പിച്ചു കളഞ്ഞു. ഭയങ്കര രസമാണ് ആ മല കാണാനേ. ചിലപ്പോ തിരിച്ചു പോകുമ്പോൾ കാണാൻ പറ്റും. ഷബീർക്ക് ഒരു കേസുണ്ട്. 2 ദിവസമായിട്ട് ഞാൻ വണ്ടി നല്ല പ്രോ ആയിട്ടുണ്ട് കേട്ടാ. വീശി അടിപ്പൊക്കെ തുടങ്ങിയല്ലോ പിള്ളേരെ കൂടെ കൂടിയിട്ട്. പഴയ ബോട്ടണി സാറിനെ കിട്ടിയിട്ടുണ്ട്. പഴയ ബോട്ടണി സാറിനെ കിട്ടിയിട്ടുണ്ട്. അനോനേസിയ ഫാമിലിയിൽ വരുന്നതാണ്. അനോനേസിയ ഇതാരാണ് നോക്കിയാണ് ഗൈസ് ഈ ബോട്ടിൽ ഇവിടെ എറിഞ്ഞേക്കുന്നത്. അതാ മലയാളം കേട്ടിട്ട് മനസ്സിലാവാത്ത പിള്ളേരുടെ പ്രശ്നമല്ല. ചെറിയൊരു വെള്ളച്ചാട്ടം. നോക്കണം ഗൈസ്.
നോ എൻട്രി. നമ്മുടെ സമയം നല്ല രീതിയിൽ കട്ടായി പൊക്കോണ്ടിരിക്കുവാണ്. ഒരു നോക്കിട്ട് വരാം. ഓ അവിടെ നടന്ന് പോവല്ലേ, അടിപൊളി. പോയിട്ട് നോക്കിയാ സൂപ്പർ അല്ലേ? അപ്പം താഴത്തെ ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മുകളിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. മിക്കവാറും നമ്മൾ ഇന്നിവിടെ ഫോട്ടോ എടുത്തതിനെ തീർക്കുമെന്ന് തോന്നുന്നു. ചിറാപ്പുഞ്ചി എത്തിയില്ല. അതെ അതെ, ഇനി ഫുഡ് കഴിക്കണം. ചിറാപ്പുഞ്ചി തന്നെ വെള്ളച്ചാട്ടം ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് പോവാം. ഇനി നമുക്ക് ചിറാപ്പുഞ്ചി. അമ്മച്ചി ഏക്കിലെടുക്കി ഇതുവഴി പോകുന്നത് നോക്കി ദഹിതയ്യ. ചായ കുടിക്കാൻ വേണ്ടി വന്ന അപ്പം ഇവിടെ കേൾക്കുന്ന പാട്ട് കേട്ടോ, തമിഴ് പാട്ടാണ് കേട്ടോ കേൾക്കുന്ന. മേഘാലയയിൽ തമിഴ് സോങ്. അടുത്തൊരു വാട്ടർഫോൾ കാണാനായിട്ട് പോവാണ് കേട്ടോ. അവിടെ വാട്ടർഫോൾ ഏതാണെന്ന് നോക്കാം. നമുക്ക് ശരിക്കും പറഞ്ഞാൽ രാവിലെ തൊട്ട് ഇത്ര നേരമായിട്ട് മഞ്ഞാണ്, നല്ല കോട അടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. നമുക്ക് ഡ്രോൺ ഷോട്ടൊന്നും നോക്കിയിട്ട് നമുക്ക് ഒന്നും എടുക്കാൻ പോലും പറ്റുന്നില്ല, കാരണം ഫുള്ള് മഞ്ഞടിച്ചിരിക്കുകയാണ്. ബ്ലോക്കായെന്ന് തോന്നുന്നു. വെള്ള വണ്ടി ഇവിടെ കിടപ്പുണ്ട്, എന്താണ് ബ്ലോക്കെന്ന് അറിയാൻ വയ്യ. ഫ്രണ്ടിലൊരു ചെറിയൊരു ബ്ലോക്ക് നമ്മുടെ ടീം ഉണ്ടാക്കിയ ബ്ലോക്കാണെന്ന് അറിഞ്ഞൂടാ. നീ കയറിപ്പോടാ എന്തേ കയറിപ്പോ. കയറിപ്പോ. അവിടെ നിർത്തി ഒരു ഫോട്ടോ എടുത്തല്ല എടുക്കണോ? എടാ ഈ വളവിൽ നിന്നാ കിട്ടൂടാ. എല്ലാരും വരുന്നുണ്ട്. ഓ ഗൈസ് നോക്കൂ, ഒരു രക്ഷയില്ലാത്ത മഞ്ഞാണ്, ഒന്നും കാണാൻ വയ്യ ഗൈസ്. ഓ ഗൈസ് നോക്കൂ, അമല വല്ലതും കാണാൻ പറ്റുന്നുണ്ടോ അമലെ? മഞ്ഞാണല്ലേ? ഓ ഗൈസ് നമ്മൾ എങ്ങോട്ടാണ് പോകണമെന്ന് അറിയാൻ വയ്യ. മാപ്പ് നെറ്റ് ഇല്ലാത്തതുകൊണ്ട് ലൊക്കേഷൻ ഒന്നും അറിയാൻ പറ്റുന്നില്ല, എവിടെയാണ് പോകണമെന്നൊന്നും. എങ്ങോട്ടൊക്കെയാണ് പോകുന്നു? എല്ലാ സ്ഥലങ്ങളും പല സ്ഥലങ്ങളും പല സ്ഥലത്താണ്. നിതീഷ് ഫുഡ് മേടിച്ച് തരാൻ പറഞ്ഞ് കൊണ്ടുപോകുന്നതാണ്. ചേച്ചിയെ ഇത്തിരി ചോറ് തരൂ. നിതീഷ് ഫുഡ് മേടിച്ച് തരുമെന്ന് പറഞ്ഞ് കൊണ്ടുപോകണം. ലാസ്റ്റ് ചേച്ചിയെ ചോറ് തരുമെന്ന് പറഞ്ഞിരിക്കേണ്ടി വരും, എന്തോ കയറി ചെല്ലേണ്ടി വരും. എന്തോ ശ്രീജു ഇറങ്ങിയിട്ടുണ്ട് വെളിയിൽ. ശ്രീജുവിന്റെ തല കാണുന്നുണ്ടായിരുന്നു, ഒരു മഞ്ഞ കണ്ണാടി. അയ്യോ, ബ്രിഡ്ജ് ഉണ്ടല്ലോ, അത് 1 at a time ആണ്. എൻ്റെ ബോർഡ് വെച്ചിരുന്നു വീക്ക് ബ്രിഡ്ജ്. അപ്പോൾ ഒരു സമയത്ത് ഒരു വണ്ടിയെ കയറാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം, ഓരോ വണ്ടിയായിട്ടാണ് കയറി പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ എഴുതിയിരിക്കുന്നത് വായിക്കട്ടെ. വീക്ക് ബ്രിഡ്ജ്, മാക്സിമം ലോഡിംഗ് കപ്പാസിറ്റി 9 ton. ഓൺലി 1 vehicle is allowed to cross the bridge at a time. പോടാ അടുത്ത വണ്ടി വരും. പോ പാലത്തിൻ്റെ അടിഭാഗമാണ് ഏറ്റവും അടിപൊളി കേട്ടോ. ഗൈസ് ഡിസപ്പോയിൻറ്റഡ് ആണ്. കാരണം എന്ന് വെച്ചാൽ നമുക്കൊരു ഫോട്ടോ എടുക്കാൻ പോലും പറ്റുന്നില്ല. ഈ പറഞ്ഞ പോലെ ഫുള്ള് മഞ്ഞ് മാത്രമേ ഉള്ളൂ. ഒരു ആരെയും ഒന്നും കാണിച്ചു തരാനുള്ളൊരു ഇതുപോലും ഇല്ല. കാരണം നമുക്കൊരു പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ചിട്ട് ഈ കോട ഇതൊക്കെ നമുക്ക് സുപരിചിതമാണ്. അപ്പം പൊന്മുടിയാണെങ്കിലും മൂന്നാറിലാണെങ്കിലും ഈ ഭാഗത്തുള്ള എല്ലാ ആൾക്കാരും സ്ഥിരമായിട്ട് കാണുന്നൊരു സംഭവമാണിത്. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ടെറൈൻ്റെ ഒരു ഭംഗി അറിയണമെന്ന് പറഞ്ഞാൽ നല്ല വെയിലത്ത് വരണം, എന്നാൽ മാത്രമേ ഇത് നമുക്ക് അറിയാനും പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ വെള്ളം ഇല്ലാത്തതാണ്. വാട്ടർഫോൾസ് എല്ലാം കാര്യമാണ്. കേവിൽ നമ്മൾ അത്യാവശ്യം കാര്യമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയിരുന്നു. ഓക്കെ, അപ്പം നമ്മളിതാ ഇവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. നമ്മളിതാ ഏകദേശം 7 സിസ്റ്റർ ഫാളിൻ്റെ അടുത്ത് ഉള്ള ഇവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ കൂടെ പോകണം. അവിടെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാം. കാണാനൊന്നും പറ്റില്ല എങ്കിലും ജസ്റ്റ് വന്ന സ്ഥിതിക്ക്
ഒന്ന് ചെന്നിട്ട് പോകാമെന്ന് കരുതി. ഒരുപാട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിഷമമുള്ളൊരു ദിവസം ഒന്നും കാണാൻ പറ്റില്ല. 10 മീറ്ററിന് അപ്പുറത്തോട്ടുള്ള ഒരു സാധനവും കണ്ടിട്ടില്ല. ഇതാണ് ചിറാപുഞ്ചി ടൗൺ. റെസ്റ്റോറൻ്റൊക്കെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, നല്ല റെസ്റ്റോറൻറ്റ്. അവിടെ കയറി കഴിക്കേണ്ട കാര്യമില്ല. ഇതെന്തോ നമ്മുടെ ഒരു റെഡാർ സെറ്റപ്പാണ് ആ മോളിൽ കാണുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. ഈ എമ്മലും കെയിലും കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുന്നില്ലല്ലേ? പെട്ടെന്ന് കാണുമ്പോൾ കെയിൽ വണ്ടി പോലെ തോന്നുന്നു. അപ്പോൾ നമ്മളൊരു കെയിൽ രജിസ്ട്രേഷൻ ബെൻസിന് കണ്ടായിരുന്നു കേട്ടോ, GLE ഫുൾ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് പോകുന്നുണ്ടായിരുന്നു. കറണ്ട് പോയിട്ടുണ്ട് ഗൈസ് ഇവിടെ. മഞ്ഞെന്ന് പറയുന്ന ഒരു ഭയങ്കര വൃത്തിയിട്ട മഞ്ഞായിപ്പോയി. മൂടൽ മഞ്ഞ്. മഴ പെയ്യലും പ്രാർത്ഥിച്ചാൽ വന്നു, പക്ഷെ ഇവിടെ മഴ പെയ്യുന്നില്ല. പക്ഷെ തകർത്തിനേക്കാൾ നല്ല മഴയായിരുന്നു. എന്തെങ്കിലും കാണാനെങ്കിലും ചെയ്യാറുണ്ട് ഗൈസ്. ഇതാണ് നമ്മുടെ 7 സിസ്റ്റർ ഫോളിൻ്റെ അവസ്ഥ. നമ്മൾ 7 സിസ്റ്റർ ഫോള് പോയിട്ട് ഫ്രണ്ടിൽ കിടക്കുന്ന എക്കോ സ്പോട്ട് പോലും കാണാൻ വയ്യാത്ത അവസ്ഥയാണ്. നമ്മൾ എന്തിനിവിടെ വന്നു ഗൈസ്? 7 സിസ്റ്റർ ഫോൾ ഈ സൈഡിലാണ്, പക്ഷേ ഒന്നും കാണത്തില്ല. ഈ കട തന്നെ നേരെ കാണാൻ പറ്റില്ല. സാധാരണ അതൊക്കെ കണ്ട ഇതൊക്കെ വ്യൂ ഇതിൽ കയറി നോക്കുന്ന ഒരിതാണ്. ബംഗ്ലാദേശ് വ്യൂ പോയിന്റ് കാണുന്ന ഒരു സെറ്റപ്പൊക്കെയാണ്. അതൊന്നും കിട്ടുന്നില്ല ഗൈസ്. നല്ല രീതിയിൽ നമ്മൾ തേഞ്ഞു. നമ്മളങ്ങനെ ചിറാപുഞ്ചിയോടെ ബൈ ബൈ പറയണം. വളരെ വിഷമത്തോടെ നമ്മൾ പോകുന്നു. 7 സിസ്റ്റർ ഫോൾ കാണാൻ പറ്റാണ്ട്. പറയേണ്ട കാര്യമില്ല, ഇറ്റ്സ് നാച്ചുറൽ കോൾ. നമ്മൾ അടുത്ത ഇവിടുത്തെ ഏഷ്യാസ് ക്ലീനസ്റ്റ് വില്ലേജിലേക്ക് അറിയപ്പെടുന്ന അങ്ങോട്ട് പോവുകയാണ്. അവിടെയാണ് നമ്മുടെ ഇന്നത്തെ സ്റ്റേ. ഒന്നും കാണിച്ചു തരാൻ പറ്റില്ല ഗൈസ്, സോറി. ഈ പറഞ്ഞ പോലെ 4 വാക്കും മഞ്ഞ് മാത്രമായിപ്പോയി ഇന്നത്തെ ദിവസം. നമുക്കൊരു ഓപ്ഷനും ഇല്ലാണ്ടായിപ്പോയി. അമല എങ്ങനെ ഉണ്ടായിരുന്നു ചിറാപുഞ്ചി? ചിറാപുഞ്ചി വളരെ വളരെ നല്ലതാണ്. നമുക്കിന്ന് ട്രിപ്പ് വളരെ ശോകമായിരുന്നു. പരുത്തും പറപ്പ് എഫക്റ്റ് ആയിരുന്നു. എവിടെ പോയാലും പരുത്തും പറപ്പ് എഫക്റ്റ്. ഒരു 10 മീറ്റർ മുന്നത്തെ പോസ്റ്റ്, 10 മീറ്റർ മുന്നേ ഓടുന്ന വണ്ടി, 10 മീറ്റർ മുന്നുള്ള മരം, ഇതല്ലാണ്ട് തന്നെ അപ്പുറത്തോട്ട് നമുക്കൊന്നും കാണാൻ പറ്റില്ല. ഇതാ ഇപ്പോഴും അത് തന്നെയാണ് അവസ്ഥ. അതിനപ്പുറത്തോട്ട് വേറെ ഒന്നുമില്ല. ആ ഫ്രണ്ടിൽ കൂടെ നമ്മുടെ ഒരു 20 മീറ്റർ, 20 ഒരു 30 മീറ്റർ ഫ്രണ്ടിൽ കൂടെ നമ്മുടെ എക്കോ സ്പോട്ട് പോകുന്നുണ്ട്. ബ്രേക്ക് ലൈറ്റ് ചവിട്ടിയപ്പോൾ അങ്ങനെ കണ്ടു കാണും, അല്ലാത്ത പക്ഷെ നമുക്ക് കാണാൻ വയ്യ. അതാണ് അവസ്ഥ. അങ്ങനെ ചിറാപുഞ്ചിയിലെ 7 സിസ്റ്റർ ഫോൾ കാണണമെന്ന ആഗ്രഹമായി എത്തിയവർക്ക് സന്തോഷത്തോടുള്ള മടക്കം കിട്ടിയില്ല. അവിടെ നിന്ന് കുഴപ്പമില്ല. അവർക്ക് ഒരു ഭാവിയിൽ എപ്പോഴെങ്കിലും ഇതേപോലെ ഒന്നുകൂടെ നല്ലൊരു സമയം നോക്കി വരാൻ പറ്റട്ടെ. ഈ പറഞ്ഞ സംഗതികളൊക്കെ കാണട്ടെ. ബംഗ്ലാദേശ്, ഇവിടെ നിന്ന് ബംഗ്ലാദേശ് ബോർഡർ കാണാൻ നല്ല രസമായിരുന്നു. പണ്ട് വന്ന സമയത്തൊക്കെ ഒരു അതിശയം തോന്നിയിട്ടുണ്ട്. ബംഗ്ലാദേശാണ് കാണുന്നതെന്നൊക്കെ പറയുമ്പോൾ ഒരു അതിശയം തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ പക്ഷേ അതിശയിക്കാൻ വേണ്ടിയിട്ടും കാണാൻ വേണ്ടിയിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ച് ഫീലിങ്സ് ഒന്നും തോന്നിയില്ല. വിഷമമല്ലാണ്ട് വേറെ ഒന്നും തോന്നിയില്ല. അപ്പം നോക്കാം. ഏത് നാട്ടിൽ ചെന്നാലും മലയാളികൾ സീരീസിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് അടുത്ത നമ്മൾ 2-3 സുഹൃത്തുക്കളെ കണ്ടിട്ടുണ്ട്. എവിടുന്നാ ബ്രോ? കോഴിക്കോട്. അപ്പം എവിടെ എങ്ങനെ വന്നേ? മീൻസ് ബൈ ട്രെയിൻ വന്ന് എന്നിട്ട് ഇവിടെ നിന്ന് വണ്ടി റെന്റിനെടുത്ത് ചുറ്റുന്നല്ലേ? ഓക്കെ. അപ്പോൾ എവിടെ എത്ര ദിവസമായി വന്നിട്ട്? 6 ദിവസമായി. അപ്പോൾ എവിടെയൊക്കെ ഇറങ്ങി? ഇന്നൊരു ദിവസം ചിറാപുഞ്ചി പോയോ? ഓക്കെ. അപ്പം ഡോക്കി എന്നാ പോയേ? ഇന്നലെ പോയി. ഡോക്കി എങ്ങനെ ഉണ്ടായിരുന്നു? മഡി വാട്ടറാണ്. അപ്പം വെള്ളം ക്ലിയർ അല്ല, ട്രാൻസ്പെറൻസി ഇല്ല, കാണത്തില്ലല്ലേ? വലിയ ക്ലിയർ ആയിട്ട് കാണാനില്ലല്ലേ? പുഴ ഫീൽ അത്രേ ഉള്ളൂ. ഓഹോ. അപ്പം നാളെ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പം അത് അവിടെ ഹൈവേന്റെ വർക്ക് ഓക്കെ. അല്ല അത് മാത്രമല്ല, അവിടെ വെയിലടിച്ചില്ലെങ്കിൽ, ഞാൻ ഓൾറെഡി പോയിട്ടുണ്ട്. എന്നാലും ഞാനും ഡോക്ടറൊക്കെ പോയി അടുത്തും പോയി വന്നേ ഉള്ളൂ. പക്ഷെ അവിടെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ആംഗിളിൽ വെയിൽ വേണം, എങ്കിലാണ് അത് അതിൻ്റെ ഒരു ഭംഗി അറിയത്തുള്ളൂ. അല്ലെങ്കിൽ ഈ മഴ മൂടിക്കിടക്കുന്ന ക്ലൈമറ്റിൽ വലിയ കാര്യമില്ല. അപ്പോൾ അവിടെ എവിടെ സ്റ്റേ ചെയ്ത് എവിടെ ഡോക്കിയിൽ ഇവിടെ നിന്ന് തന്നെ പൊക്കൊണ്ടുവന്നത്? അതെ. ഓ, ബൈക്ക് വെച്ച് പോയി. ഓക്കെ. അപ്പോൾ ഇനി എത്ര ദിവസം ഉണ്ട് ഇനി ബാക്കി? 2 ദിവസം. ഓക്കെ. അപ്പോൾ എന്താ ചെയ്യുന്നത്? പഠിക്കുകയാണ്. ഓക്കെ. എവിടെ
ശരി, അപ്പോൾ കണ്ടതിൽ സന്തോഷം. പേര്? അർഷാദ്. മുഹമ്മദ്. ഐമാൻ. ബ്രോ പേര്? സെബിൻ. ഓക്കെ, നൗഫൽ. അപ്പോൾ കാണാം. ശരി. ആ, നമ്മുടെ റോഡിൻ്റെ പണി കിടക്കുന്ന കാരണം ഈ റോഡും ബ്ലോക്ക്. ഇവിടെ പാറയൊക്കെ കുത്തിത്തള്ളിയിട്ട് പൊടിച്ചിരിച്ചേക്കാണ് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് വരുന്നതിൽ ഇങ്ങനത്തെ കുറേ ചലഞ്ചസ് വേറെ ഉണ്ട്. ഏത് സമയത്തൊന്ന് റോഡ് ബ്ലോക്ക് ചെയ്യാം, ഇങ്ങനത്തെ പല ബുദ്ധിമുട്ടുകളും ഉണ്ട്. പാറയൊക്കെ ഒരു പരുവത്തിലൊക്കെയാണ് പിടിച്ചിരിക്കുന്നത്, കുത്തികളൊക്കെ വെച്ചേക്കുന്നുണ്ട്. ഇവിടെ നിൽക്കുന്നതും അധികം റിസ്ക് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇല്ല, ഇത് പൊട്ടിച്ചതാണ്, പൊട്ടി വീണതല്ല, പൊട്ടിച്ചതാണ്. കാരണം റോഡ് വീതി വിട്ടല്ലേ. പറഞ്ഞിട്ട് കാര്യമില്ല. വണ്ടി ഒരു നോർത്ത് ഇന്ത്യ ട്രിപ്പ് പോയ ഫീല് ഇപ്പോഴല്ലേ കിട്ടത്തുള്ളൂ. ഇത് നമ്മൾ തിരിച്ച് കയറി വന്നിരുന്നെങ്കിൽ നമ്മൾ വണ്ടി വാരി ഊപ്പാട് വന്നുവെന്ന് തോന്നുകയാണ് കേട്ടോ. നമ്മൾ ഒരുപാട് മലയാളികളെ കണ്ടിട്ട് ഇപ്പോഴും ഇതൊരു 2-3 വണ്ടി പോയാലും എല്ലാവരും ഇന്ന് നമ്മുടെ വണ്ടി കിടക്കണമെങ്കിൽ എല്ലാവരും കേരള വണ്ടി, ആറ്റിങ്ങ വണ്ടി, അവിടുത്തെ വണ്ടി, ഇവിടുത്തെ വണ്ടി എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും കൊള്ളാം. ഏത് നാട്ടിൽ പോയാലും മലയാളികൾ സീരീസ്. ഈ അടുത്തൊന്നും നമ്മൾ നേരെയുള്ള റോഡിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല ഗൈസ്. ഫുള്ള് കുണ്ടും കുഴി തന്നെ. നമ്മൾ എവിടെ പോയാലും റോഡ് പണിയാണല്ലോ. ലഡാക്കിൽ പോയപ്പോൾ അവിടുത്തെ അവസ്ഥ ഇത്. ഇവിടെ വന്നപ്പോൾ ഇവിടെ നമ്മൾ പോയി വരുന്ന സ്ഥലത്ത് പിന്നെ വേറെ പ്രശ്നമില്ല, എല്ലാം പണി അന്നത്തോടെ തീരും. നമ്മൾ എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ പണിതല്ലെങ്കിൽ നമുക്ക് മറ്റന്നാൾ നല്ല രീതിയിൽ ഓടിച്ച് പോകാൻ പറ്റുള്ളൂ, പാഞ്ഞു പോകാൻ പറ്റുള്ളൂ. എന്തായാലും ഒരു പണിയട്ടെ. ഒരു 5 വർഷം കൂടെ കഴിയുമ്പോൾ ഈ റോഡും റെഡിയാവും. 5 വർഷം വേണ്ട, എന്നാലും പറഞ്ഞു 1 വർഷം കൊണ്ടൊന്നും ഇത് കഴിയില്ല, നല്ല സമയം എടുക്കും. പണിത് വന്നപ്പം നല്ല വീതിയുണ്ട്, പക്ഷെ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ തീരുകയും ചെയ്തു. എന്നാലും കുഴപ്പമില്ല, ഇതൊക്കെ പെട്ടെന്ന് റെഡിയാവും. ലോഡ് കെട്ടി മണ്ണടി ഇങ്ങനെ വീഴാണ്ടിരുന്നാൽ പക്ഷെ മഴ പെയ്ത് മണ്ണൊലിച്ച് പോയി കഴിയുമ്പം ചിലപ്പം കല്ലുകൾ കൊണ്ട് ഇളവാം. ഫ്രണ്ട് ബ്ലോക്ക് അത് നിന്ദിച്ച് പയ്യെ പോകുന്നതാണ് കേട്ടോ. അയ്യോ, കണ്ണ് കാണാനും പറ്റില്ല, നല്ല മഞ്ഞും കാരണം അറിയാനും പറ്റില്ല. ഇത് സൈഡിൽ മലയാണോ കുളമാണോ പുഴയാണോ എന്നൊന്നും അറിയാൻ വയ്യ. ഫ്രണ്ടിൽ കഷ്ടിച്ചൊരു ആൾട്ടോടെ അറിയാൻ വയ്യ. ഗൂഗിൾ മാപ്പ് നോക്കി പോന്നു. ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ ഗൈസ്. NHK നമ്മുടെ ബൾബിൻ്റെ പവർ കണ്ടോ, കറക്റ്റ് വരാൻ ഇങ്ങനെ എടുത്ത് കാണിച്ചു തന്നുണ്ടോ. അപ്പോൾ എല്ലാ വണ്ടികളും ഫ്രണ്ടിൽ തന്നെ ഉണ്ട്, ആർക്കൊന്നും കാണാൻ വയ്യ. തിരിച്ച് ഓപ്പോസിറ്റ് സൈഡിൽ വണ്ടി കൂടെ വരാത്തതുകൊണ്ട് ഭാഗ്യം. നല്ല മഞ്ഞല്ലേ ആയിരിക്കണം. എൻ്റെ പൊന്നട, ഇതെന്താണ് ഇത് മഞ്ഞ്. ഇതിപ്പോൾ സ്ഥിരം ഓടുന്നതെന്ന് പറഞ്ഞാൽ ഫ്രണ്ട് കാണാൻ മതി. അവസ്ഥ അല്ലേ ഇങ്ങനത്തെ ഒരു നമ്മൾ ഒരുപാട് ട്രിപ്പ് പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനത്തെ ഒരു ട്രിപ്പ്, ഈ ഒരു മീൻസ് സിറ്റുവേഷൻ നമ്മൾ ആദ്യമായിട്ടല്ലേ കാണുന്നത്. നമുക്ക് കണ്ണ് കാണാൻ പറ്റാണ്ട് വണ്ടി ഓടിക്കുന്നത് അല്ലേ. ഗ്ലാസ് കാഴ്ത്തിട്ട് ഇതാ വണ്ടിക്കകത്തൊക്കെ പുക അടിച്ച് മഞ്ഞടിച്ച് കയറുന്ന ഗൈസ്. ഒന്നും കണ്ടൂടാ ഗൈസ്, ഒന്നും കണ്ടൂടാ. ലെഫ്റ്റാ റൈറ്റാ എന്താണെന്ന് ആ വണ്ടിയുടെ ടയർ നോക്കിയാണ് പോകുന്നത്, വേറെ ഒരു ഓപ്ഷനും ഇല്ല. നിതീഷ് കൂടെ വന്നാൽ നിതീഷ് രക്ഷപ്പെട്ട്. ചെറിയൊരു വിസിബിലിറ്റി കിട്ടിയിട്ടുണ്ട് ഇപ്പം. അപ്പം ഇപ്പം ഒന്ന് ക്ലിയർ ആയില്ല. ഓ താങ്ക് ഗോഡ്, ഒന്ന് വിസിബിലിറ്റി വന്നു ഗൈസ്. പെട്ടെന്ന് വിചാരിച്ചതാണ്. എന്താണ് മഞ്ഞ? പക്ഷെ എന്നാലും എന്തുവാണ് ഇത്? ഇനി ഇവിടെ നിന്ന് തിരിച്ച് അങ്ങോട്ട് പോകുന്നൊരു അവസ്ഥ ഒന്ന് ആലോചിക്കണം. രക്ഷപ്പെട്ടെന്ന് വേണമെങ്കിൽ പറയാം ഗൈസ്. സത്യം മരണം മുന്നിൽ കണ്ടുള്ളൊരു യാത്രയായിരുന്നു. അയ്യോ, എത്ര കിലോമീറ്റർ ഉണ്ട് അവിടെ? ഇനി
900 മീറ്റർ കൂടെ ഉണ്ട്. എന്തായാലും നോക്കാം, ബാക്കി അവിടെ ചെന്നിട്ട് കാണിക്കാം ഗൈസ്. അല്ലാതെ ആൾക്കാർ സാധനം കൊട്ടുണ്ടാക്കി ചെയ്യും. നമ്മളിവിടെ നമ്മുടെ ഇവിടെ ക്ലീനസ്റ്റ് വില്ലേജിൽ നമ്മൾ എത്തി. എല്ലാ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്ന റെസ്റ്റോറൻറ്റ്. അവർ നമുക്ക് വേണ്ടി ഫുഡ് ഇവിടെ 8 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യുന്നതാണ്. പക്ഷേ ഇപ്പോൾ സമയം 10 മണിയായി. ഇവർ നമുക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്തു. എല്ലാവരും തന്നെ ഫുഡൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഡ്രൈവ്? ഓരോ ട്രിപ്പിലും ഓരോ വേറിട്ട എക്സ്പീരിയൻസ് അല്ലേ? പൊളിച്ചില്ലേ? കോൺഫിഡൻസ് കൂടിയില്ലേ വണ്ടി ഓടിക്കാനുള്ള? ഓക്കെ. കഴിഞ്ഞ തവണ തവാങ് ടീം ഇവിടെ ഉണ്ട്. ഓരോ ട്രിപ്പിലും ഓരോ വേറിട്ട എക്സ്പീരിയൻസ്. ഇപ്പോൾ ഒരു പുതിയ എക്സ്പീരിയൻസ് കിട്ടിയില്ലേ? ഇനി എവിടെ വണ്ടി വീണ്ടും ഓടിച്ചൂടെ? കഴിഞ്ഞ തവണ വിളിച്ചെന്നെ അങ്ങനെ ദൈവത്തിനെ വിളിച്ച പോലെ വിളിച്ച എത്താണ് ഏകദേശം വിളിച്ചല്ലേ? ദീപിച്ചോടോ, എങ്ങനെ ഉണ്ടായിരുന്നു സീറോ വിസിബിലിറ്റി ഡ്രൈവ്? എങ്ങനെ ഉണ്ടായിരുന്നു? ഇരുട്ട് മഞ്ഞത്തുള്ള വണ്ടി ഓടിപ്പ് കൊള്ളായിരുന്നോ? വല്ലതും കണ്ടോ? അതേ ഉറക്കമായിരുന്നോ? ഒന്നും കാണാൻ പറ്റുന്നില്ല. അതാണ് നമ്മുടെ പ്രശ്നം. ഒന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു വണ്ടി ഓടിപ്പ്? സൂപ്പർ. വേറിട്ട എക്സ്പീരിയൻസ് ഇല്ലേ? തീർച്ചയായിട്ടും. ഇന്നത്തെ ദിവസം നമ്മളങ്ങ് ഒരിക്കലും മറക്കൂലല്ലേ? രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മളെ പെടുത്തി കളഞ്ഞു. പക്ഷെ കുഴപ്പമില്ല, നല്ലൊരു ഉറക്കം കിട്ടട്ടെ. അല്ല, ഇവിടെ കാണണമെന്നുണ്ടെങ്കിൽ നാളെ രാവിലെ എഴുന്നേറ്റ് ഇവിടെ ഉണ്ട്, കുറേ സംഗതികളുണ്ട്. എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, മറ്റേ നമ്മൾ പഠിച്ചിട്ടുള്ള മറ്റേ പിക്ചർ പ്ലാന്റ് ഒക്കെ ഇവിടെ ഉണ്ട്. എൻ്റെ പൊന്നോ, എന്തൊരു മഴയാണോ! അടിപ്പം മഴ. ഒന്നും പറയണ്ട, ഒരുപാട് ദുരിതം പിടിച്ചൊരു ദിവസമായിരുന്നു അന്ന്. മഞ്ഞും മഴയും മൊത്തം. ചിറാപുഞ്ചിയൊക്കെ കറങ്ങാൻ പോയിട്ട് വന്നിട്ട് ഒരു ഉപയോഗം ഇല്ലാണ്ടായി. ഫുള്ള് പോക കാരണം ഒന്നും കാണാൻ പറ്റില്ല. പിന്നെ നമുക്കതിലൊന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാം നാച്ചുറൽ സ്കോളാണ്. അപ്പം ആകെ ടയർഡാണ്. അപ്പോൾ നാളെ രാവിലെ നമ്മൾ പോകുന്നത് എങ്ങോട്ടാണ്? നാളെ രാവിലെ ഡോക്കി ലേക്കൊക്കെ കണ്ട് നമ്മൾ തേസ്പൂരിലേക്കാണ് പോകുന്നത്. മറ്റന്നാൾ നമ്മൾ തവാങ്ങിലേക്ക് പോകും. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.